ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു പോളയുടേതാണ്. അപ്പോൾ ഈ ഒരു പോളയുടെ പ്രത്യേകത ഇതിലേക്ക് ബ്രെഡോ മൈദയോ ഒന്നും ആവശ്യമില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു പോളയുടെ കോട്ടിങ് ചെറിയൊരു ലെയറോട് കൂടിയിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ നോമ്പ് സമയത്തൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള മുട്ടയാണ്, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഒരു മുട്ട എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ സമൂസ ലീഫാണ്. ഇത് വെച്ചിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത്. എടുത്തു വെച്ചിട്ടുള്ള കടായിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തു നിന്നും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഓരോ സമൂസ ലീഫായിട്ട് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഷീറ്റും ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ അടുപ്പിച്ചായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് സമൂസ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി ബാറ്റർ ഇതിലേക്ക് താഴ്ഭാഗത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ കൂട്ടിന് പകരം ബീഫ് വെച്ചിട്ടോ വെജിറ്റബിൾസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കൂട്ട് റെഡിയാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള സമൂസ ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സമൂസ ഷീറ്റ് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി മുകൾ ഭാഗം എല്ലാതുമായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ ഭാഗം സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോ ഷീറ്റും പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. ഇനി എല്ലാ ഭാഗവും ഒന്ന് കവറായിട്ട് കിട്ടിയാൽ ബാക്കി വന്നിട്ടുള്ള ബാറ്റർ സൈഡിലൂടെയും മുകളിലൂടെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചൊരു ടൈം എടുക്കും. പിന്നെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ മുകൾ ഭാഗത്തേക്കായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന പോലെ താഴ്ഭാഗത്ത് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടുപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അടി പിടിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പോളയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.